ഹായ്, നമ്മൾ ഇന്നാളെ കോവയ്ക്ക വെച്ച് ചെയ്തൊരു കറിയുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു വഴുതനങ്ങ വെച്ച് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അന്നേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് ചെയ്യണം. അവർ ചെയ്തങ്ങോട്ട് എടുത്ത് കഴിക്കുന്നതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഒരു വഴുതനങ്ങ ഉള്ളായിരുന്നു. അത് ഞാൻ എടുത്ത് നമ്മൾ വട്ടത്തിലരിഞ്ഞ് നമ്മൾ ഇച്ചിരി ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ തേച്ച് നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുവാണേ. അപ്പോൾ എന്തോ കറിയെന്ന് പറയട്ടെ, തൈര് കൂട്ടാൻ. അപ്പോൾ ഇത് വറുത്ത് തൈരിനകത്തിട്ട് അത് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം. ഒട്ടുമിക്ക പേരും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, മുളക് തൈര് എന്നൊക്കെ പറയുന്ന പോലുള്ള. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു മീൻചാറും മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പം നമ്മൾ എന്ത് കറി വെച്ചാലും അതിൻ്റെ സൈഡ് ഡിഷ് മീനായിരിക്കും. അപ്പോൾ എല്ലാവരും പറയത്തില്ലേ, ഒരു തോരനും മോരും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോറ് കഴിക്കും, ഒരു പപ്പടവും മോരും ഉണ്ടെങ്കിൽ കഴിക്കും. അപ്പം ഞങ്ങൾ പറയുന്നത് എന്തെന്നറിയോ, പപ്പടവും മോരും ഉണ്ടെങ്കിൽ ഒരു മീൻ വറുത്തതും വേണം, അല്ലെങ്കിൽ ഒരു തോരനും മോരും ഉണ്ടെങ്കിൽ മീൻ വറുത്തതും വേണം. നമുക്ക് മീനില്ലാത്ത ഒരു കാര്യവും പറ്റത്തില്ല. അപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ ഞാൻ എണ്ണയ്ക്കകത്തിട്ട് മുരിച്ച് എടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അടച്ച് വെച്ചില്ല. അപ്പം നമ്മൾ കണ്ടോ മുരിച്ചെടുക്കുന്നുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ്. അപ്പം ഞാൻ കടുക് താളിക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചേക്കാം. കാന്താരി, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, ഉണക്കമുളക്. അപ്പോൾ അത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പാക്കറ്റ് തൈരിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പാക്കറ്റ് തൈരേ ഉള്ളൂ, അതുകൊണ്ട് അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആ തൈര് കഴുകി, ആ കവറൊന്ന് കഴുകി ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് തൈര് ഉടച്ചെടുക്കുക. മിക്സിക്കകത്തൊന്നും ഉടയ്ക്കണ്ട, ഇങ്ങനെ ഇത് വെച്ച് ഉടച്ചാൽ മതി. എന്നറിയാം, മിക്സിക്കകത്താകുമ്പോൾ അങ്ങ് വെള്ളം പോലെ ആവും. ഇച്ചിരി ഉപ്പൂടി ഇട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിടണം. അപ്പം നമ്മൾ വറുത്ത് വെച്ച വഴുതനങ്ങ തൈരിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കടുക് താളിച്ച്, കടുക് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് ഇളക്കി അങ്ങ് എടുത്താൽ മതി. ചൂടാക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഞാനിന്ന് ഒന്ന് ചൂടാക്കുന്നുണ്ട്. കടുക് വറക്കുന്ന ആ പാത്രത്തിലോട്ട് ഇടുമ്പോഴേ അന്നേരം തന്നെ തൈരങ്ങ് ചൂടാവും. അപ്പം നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചു, നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു, ഇച്ചിരി കടുകിട്ടു, പിന്നെ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ച്, ഒരിച്ചിരി കായപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, ഒച്ചിരി മുളക് പൊടി. അതൊക്കെ അവനവൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ചെയ്യണം. ഒത്തിരി വേണോ ഇച്ചിരി വേണോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ഈ വീട്ടമ്മമാരെയും പാചകം ചെയ്യുന്നവരെയൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് നമുക്കൊരു 2-3 തവണയൊക്കെ പാചകം ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഇത്ര. ഞങ്ങളുടെ അമ്മയൊക്കെ ആണെങ്കിൽ മീൻകറിയും ഏത് കറിയാണെങ്കിലും തിളയ്ക്കുന്നതിൻ്റെ മണം നോക്കിയിട്ട് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്ന് പറയും. എനിക്ക് അങ്ങനൊരു കഴിവൊന്നുമില്ല. പിന്നെ നമ്മൾ ചില സമയത്ത് ചില കറിക്ക് നമ്മൾ ആദ്യം ഇടുന്ന ഉപ്പ് അത് കറക്റ്റായിരിക്കും, പുളി അതൊക്കെ കറക്റ്റായിരിക്കും. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ നോക്കും കേട്ടോ. പിന്നെ മെഴുക്കുവരട്ടിയൊക്കെ ആണെങ്കിൽ ഉപ്പ് നോക്കണമെന്ന് വെച്ചാൽ ഉപ്പ് പാകമായിരിക്കും, പക്ഷേ മൂത്തിറങ്ങി വരുമ്പോഴത്തേക്കിന് നമ്മൾ പകുതി നോക്കി തീർത്തിരിക്കും. അപ്പം നമ്മുടെ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറി. ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കോമ്പിനേഷൻ മത്തിക്കറിയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.